എന്നുള്ള പരിപാടിയില്ല. റൈസ് പൗഡറൊക്കെ ഫ്രൈ ചെയ്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചക്കയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ചക്കയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാം. ചക്കയപ്പത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത്: ഇത് തേങ്ങ, ഇത് പേസ്റ്റ് ആക്കിയത്, ചക്കയുടെ പേസ്റ്റ്, ചക്ക വരട്ടിയത്, റൈസ് പൗഡർ. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ പോവാം കേട്ടോ. ഇതിനകത്തിട്ട് ചക്ക ഇട്ടു കേട്ടോ. ചക്ക ഇട്ടു. തേങ്ങയിട്ടു. ഇനിയിപ്പോൾ മിക്സ് ചെയ്യാൻ പോകാം കേട്ടോ. മിക്സ് ചെയ്യാം. ഇച്ചിരി കുറച്ച് സോൾട്ട് ഇടും. ഓക്കെ, നല്ലതായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് നല്ലതായിട്ട് കേട്ടോ, നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം പിടിക്കണം ഇതിൽ. ചക്കയുടെ പേസ്റ്റും റൈസ് പൗഡറും കൂടെ എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് ശർക്കരയുണ്ട് ഇതിൽ വെക്കുക. ഇതിൽ തന്നെ ഇടാതെ തേങ്ങ ശർക്കര എല്ലാം ഫുള്ളിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. കുറച്ചുകൂടെ ഇതിനകത്ത് കുറച്ച് പേസ്റ്റ് ഇരിപ്പുണ്ട്, അതോട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി പേസ്റ്റ്. എല്ലാം മിക്സ് ചെയ്യുന്നതിലാണ് അതിൻ്റെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് ചക്കയപ്പം. മിക്സ് ചെയ്യണം നല്ലതായിട്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൗഡറും കൂടെ അതിൽ മിക്സ് ചെയ്താൽ മിക്സിങ് പരിപാടി കഴിയും. ഇത് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സൂപ്പർ, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ, റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് നെയ്യ് കേട്ടോ, ഈ ഇലയിലോട്ട് കുറച്ച് നെയ്യ് തൂത്തിട്ട് ഇത് നമ്മൾക്കിങ്ങനെ ഇലയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വെള്ളം നമ്മുടെ കയ്യിലിങ്ങനെ ഒന്ന് തൊട്ടിട്ട് ഇതാ പരത്തും. ഇങ്ങനെ നല്ല നൈസായിട്ട് പരത്ത് കൊടുക്കുക. പരത്തിയിട്ട് നല്ല പരത്തും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടങ്ങ് ചെയ്യുക കേട്ടോ. മടക്കി വെച്ചു. ഇനി അടുത്തത് ഇതുപോലെ തന്നെ വീണ്ടും എടുക്കുക. കുറച്ച് എണ്ണ തേക്കുക, കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ എന്താ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലോ ഉള്ളത് അത് തേക്കുക. ഏതാണേലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ഇപ്പം നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കാം.
സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ എന്തിലാണെങ്കിലും ഓക്കെ. അപ്പം നമ്മുടെ പണി ഇത്രയേ ഉള്ളൂ. ഇതിനിപ്പോൾ കഴിഞ്ഞു. ഇത് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കും. അപ്പം നിങ്ങൾ സ്റ്റീം ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് പിന്നെ കാണിക്കാം കേട്ടോ. ഓക്കെ, എല്ലാം അമ്മ റെഡിയാക്കി കേട്ടോ. ഇതെല്ലാം റെഡിയായി. ഇലയിലെല്ലാം എല്ലാം ശരിയാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അമ്മ ഇതെല്ലാം ഓരോന്നായിട്ട് ഇതാ ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ചിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും വെക്കാം നമുക്ക്. ഇതേറെ ഇനി പിന്നെ നെക്സ്റ്റ് പിന്നെ ഒരു പ്രാവശ്യം കൂടെ വെക്കാം. ഒരു പ്രാവശ്യം മൂടി കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൂടെ വെച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, നമ്മുടെ ചക്കയൊക്കെ എല്ലാം റെഡിയായി. നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും കൂടെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ നാട്ടിൽ വന്നിട്ട് ചക്കയപ്പം തിന്നില്ലെന്ന് പറയില്ലല്ലേ? സൂപ്പർ. കൊള്ളാം, നല്ലതായിട്ടുണ്ട്. ആ, കുഞ്ഞമ്മയാ ടേസ്റ്റ് ചെയ്യുന്നത് ഇപ്പം. പറ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. കൊള്ളാമോ? അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടോ? ടേസ്റ്റ് ഉണ്ടോ?